പഴയകാല മലയാള നടി കാർത്തിക. ഈ കാർത്തിക എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ സിനിമ കണ്ടിട്ടുള്ളവരുടെ മനസ്സിൽ അവർ പറയുന്നത് നല്ല നടി, ഒരുപിടി നല്ല ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നല്ല ശാലീന മലയാളിത്തമുള്ള ഒരു നടി. ശരിയാണ്, അവർ അങ്ങനെ വലിച്ചു വാരിയൊന്നും സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷേ അഭിനയിച്ച കഥാപാത്രങ്ങളും വേഷങ്ങളുമൊക്കെ ഏത് കാലത്തും കാണാൻ പറ്റിയ കഥാപാത്രങ്ങളാണ്, സിനിമകളാണ്. മാത്രമല്ല ആരും അയ്യേ എന്ന് പറയാത്ത അത്ര നല്ല കഥാപാത്രങ്ങളാണ് അവരിവിടെ അവതരിപ്പിച്ചതല്ല. അവരുടെ പിതാവ് പട്ടാളത്തിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠയുമൊക്കെ ഇവരും ഇവരുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കിയിരുന്നു. അവർ ഇന്നത്തെ പോലുള്ള നമ്മുടെ ഇന്ന് സിനിമയിലൊക്കെ കേൾക്കുന്ന പോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കോ ഒത്തുതീർപ്പുകൾക്കോ വഴങ്ങിക്കൊടുക്കലുകൾക്കോ ഒന്നും വശംപതയാകാത്ത അല്ലെങ്കിൽ വഴങ്ങി കൊടുക്കാത്ത ഒരു നടി തന്നെയായിരുന്നു. ഒരു ചീത്തപ്പേരും അവർ കേൾപ്പിച്ചിട്ടില്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, അതേപോലെ തന്നെ താളവട്ടം, ദേശാടനക്കിടി, കഴിയാറില്ല, അങ്ങനെ ഒരു പിടി നല്ല മികച്ച ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഓർമ്മ വരുന്ന ഒരു രൂപമാണ്. അവർ ഈ മലയാളത്തിൽ കത്തി നിന്ന സമയത്ത് അവർക്ക് തമിഴിൽ നിന്ന് ഒരു അവസരം വരുന്നു. തമിഴിലെ പ്രശസ്ത സംവിധായകൻ മണിരത്നമാണ് ആ സിനിമ എടുക്കുന്നത്. അതിൽ അഭിനയിക്കുന്നത് ഉലകനായകൻ കമലഹാസനാണ്. ആ സിനിമ നമ്മുടെ ഇംഗ്ലീഷ് പടമായിട്ട്, ഇംഗ്ലീഷ് ക്ലാസിക് ചിത്രമായിട്ടുള്ള ദി ഗോഡ് ഫാദർ എന്ന സിനിമയുടെ ഒരു കോപ്പിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നായകൻ എന്നാണ്. അതിൽ വേലുനായ്ക്കർ എന്ന കഥാപാത്രത്തിൻ്റെ മകളുടെ വേഷത്തിലാണ് കാർത്തിക അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നായികയായിട്ട് നമുക്കറിയാം തമിഴ് നടി ശരണ്യാണ്. അപ്പോൾ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയും മറ്റും ഉള്ളതല്ല. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമാ വാരികകളിലും പത്രത്തിലൊക്കെയാണ് അതിൻ്റെ പരസ്യവും മറ്റും കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഫോട്ടോ സെഷനും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കമലഹാസൻ്റെ ഒപ്പം കാർത്തിക നിൽക്കുന്നു. അപ്പം ഫോട്ടോ എടുക്കാൻ പോകുന്നു. കമലഹാസൻ ഈ കാർത്തികയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിക്കുന്നു. പക്ഷേ കാർത്തികയ്ക്ക് എന്തോ ആ ഒരു സ്പർശനത്തിൽ എന്തോ അസ്വാഭാവികത തോന്നുന്നു. അവർ ക്യാമറയുടെ മുന്നിൽ വെച്ച് തന്നെ ഈ കൈയെടുത്ത് മാറ്റുന്നു. സ്വാഭാവികമായിട്ടും കമലഹാസനെ പോലെ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഈഗോ അവിടെ വർക്ക് ചെയ്ത് കാണണം. അദ്ദേഹം കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ ബലമായിട്ട് തന്നെ കാർത്തികയെ ചേർത്ത് പിടിക്കുന്നു. പക്ഷേ ഇത്തവണയും കാർത്തിക അത് നിരസിക്കുകയാണ് ചെയ്യുന്നത്, കൈയെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിന് കമലഹാസൻ പ്രതികാരം വീട്ടിയത് അതീവ വളരെ ക്രൂരമായ രീതിയിലാണ്. അത് നിങ്ങൾക്ക് ആ രംഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നായകൻ എന്ന സിനിമയിൽ ഒരു രംഗത്തിൽ ഈ കമലഹാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ കൂടെയുള്ള ഒരാളെ ഈ മകളായിട്ടുള്ള, അതായത് കാർത്തിക തല്ലുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ സീൻ നമുക്ക് കാണുമ്പോഴേ അറിയാം ഈ മുഖത്തിൻ്റെ ഇതിലും വഴി അങ്ങ് പോകുന്നേ ഉള്ളൂ. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലുള്ള സാങ്കേതിക വിദ്യയൊന്നും അത്രയും വളർന്നിട്ടില്ല. അതിനാൽ ആ പഴയ കാലത്തെ അടിയും ഇടിയും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, കണ്ടാലറിയാം അത് കൃത്രിമമാണെന്ന്. എന്നാൽ ഈ കാർത്തിക അടിച്ചതിന് ശേഷം കാർത്തിക അടിക്കുന്ന കണ്ടപ്പോൾ കാർത്തികയുടെ പിതാവായിട്ട് അഭിനയിച്ചിരിക്കുന്ന കമലഹാസൻ മകളെ തല്ലുന്ന രംഗമുണ്ട്. അത് നമുക്ക് എപ്പോൾ കണ്ടാലും നമുക്ക് മനസ്സിലാവും ശരിക്കും അടിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആ അടി കൊണ്ടിട്ട് വേച്ച് താഴേക്ക് വീഴുകയാണ് കാർത്തിക ചെയ്യുന്നത്. കാർത്തിക എണീറ്റ് വരുമ്പോൾ വീണ്ടും അടിക്കുകയാണ്. അതിനുശേഷം യഥാർത്ഥത്തിൽ ആ ഷൂട്ടിംഗ് നടന്നപ്പോൾ ഈ കട്ട് പറയുന്നതിന് മുമ്പ് തന്നെ കരഞ്ഞുകൊണ്ട് കാർത്തിക ഓടുകയാണ് ചെയ്തത്. പിന്നീട് മണിരത്നം അടക്കമുള്ള ആളുകൾ ഒരുപാട് പറഞ്ഞ് എല്ലാം ഒന്ന് സമാധാനിപ്പിച്ചതിന് ശേഷമാണ് ബാക്കി ഷൂട്ട് ചെയ്ത് തീർത്തത്. അപ്പോൾ കമലഹാസനോട് എന്താണ് ഇങ്ങനെ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ കമൽ ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞത് എൻ്റെ ടൈമിങ് തെറ്റിപ്പോയി, അതുകൊണ്ടാണ് അടി കൊള്ളേണ്ടി വന്നത് എന്ന് പറഞ്ഞ് അയാളങ്ങ് മാറുകയാണ് ചെയ്തത്. പക്ഷേ സത്യത്തിൽ കമൽ ബോധപൂർവം തന്നെ അടിച്ചതാണ്. അതേപോലെ തന്നെ രേഖ എന്ന് പറഞ്ഞ നടിയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവർ തന്നെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, കമലഹാസൻ ചുംബിക്കുന്ന രംഗങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും ഒറിജിനലായിട്ട് തന്നെ അങ്ങ് അതിനുവേണ്ടി ശ്രമിക്കുമായിരുന്നു. സ്പർശനങ്ങൾ അത്ര ശരിയായിട്ടുള്ള രീതിയിലല്ല. ഇന്നിപ്പോൾ മലയാളത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ നമുക്കറിയാം പുറത്തു വന്നു. അതുപോലൊരു അന്വേഷണ കമ്മീഷനെ തമിഴ് സിനിമയിലെങ്ങാനും വെക്കുകയാണെങ്കിൽ മിനിമം 100 കൊല്ലമെങ്കിലും അകത്ത് കടക്കാനുള്ള മൊഴി ഈ കമലഹാസനെതിരെ തന്നെ പലർക്കും പറയാനുണ്ടാവും. അതിൽ എടുത്തു പറയുന്ന ഒരു ഇതാണ്. കാരണം കാർത്തികയെ പോലെ ഒരു നടിക്ക് പോലും ഇത്രയും മോശപ്പെട്ട രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് കമലിൻ്റെ കയ്യിൽ നിന്നിട്ട്. അതിൻ്റെ കാരണം കാർത്തിക വഴങ്ങിക്കൊടുത്തില്ല എന്നത് മാത്രമാണ്. അതിക്രൂരമായ രീതിയിൽ ആ സീൻ കണ്ടാൽ നമുക്കറിയാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ കാർത്തികയെ പറഞ്ഞ് നമുക്ക് തന്നെ അയ്യോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു അടിയാണ് കൊടുത്തത്. ആ അടി കൊണ്ട് എണീറ്റ് വരുമ്പോൾ പിന്നെ അടിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പിന്നെ തലയ്ക്ക് കുത്തിപ്പിടിക്കുന്നതൊക്കെ ശരിക്കും അയാൾ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും മോശപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു ഈ കമലഹാസൻ എന്നൊരു വ്യക്തിക്ക്. ഇപ്പോൾ ഒരുപക്ഷെ അതൊക്കെ മാറിക്കാണും. എങ്കിലും ഒരു നടിയല്ല, 2 നടിയല്ല, നിരവധി നടിമാർക്ക് കമലഹാസനെ പറ്റി ഇതേ സമാനമായിട്ടുള്ള കാര്യത്തിൽ പറയാൻ കാണുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെയും ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുകയാണെങ്കിൽ അവിടുത്തെയും കുറേ ബിംബങ്ങളൊക്കെ തകർന്നു പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാർത്തിക അതോടുകൂടി തമിഴ് സിനിമ അഭിനയം നിർത്തി, പിന്നെ തമിഴോട്ട് പോയിട്ടില്ല. മാത്രമല്ല വലിയ താമസമില്ലാതെ തന്നെ സിനിമാ രംഗത്തോട് തന്നെ ഗുഡ് ബൈ പറഞ്ഞ് കാർത്തിക പോവുകയും ചെയ്തു.